നമസ്കാരം. സാക്ഷി തുടങ്ങുന്നു. ആദ്യം ഫസ്റ്റ് റിപ്പോർട്ട്. കൊല്ലത്ത് പട്ടാപ്പകൽ തയ്യൽക്കാരിയെ കഴുത്തറുത്ത് കൊന്ന ഭർത്താവ് സുകുമാരനു വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. 2 ദിവസം മുമ്പാണ് പള്ളിമുക്കിലെ തയ്യൽക്കടയിൽ അരുംകൊല അരങ്ങേറിയത്. വടക്കവിള പള്ളിമുക്ക് വില്ലേജ് ഓഫീസിന് സമീപം അജിതകുമാരി നടത്തിവന്ന ഫൈൻ സ്റ്റിച്ചിംഗ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് പ്രതി കടയിലെത്തിയതും കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ അനുവദിക്കാതെ തുണികൊണ്ട് വായ്പൊത്തി അജിതകുമാരിയെ ആക്രമിച്ചതും. നേരിയ ഒരു നിലവിളി ശബ്ദം മാത്രമായിരുന്നു അടുത്ത കടയിലുള്ളവർ കേട്ടത്. അവർ ഇറങ്ങി വന്നപ്പോഴേക്കും സ്കൂട്ടറിൽ പ്രതി സുകുമാരൻ രക്ഷപ്പെട്ടിരുന്നു. കൃത്യം നടന്ന സമയം മുതൽ ഇന്ന് രാവിലെ വരെയും സുകുമാരന്റെ ഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. അതിനാൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വിഫലമായി. സ്ഥലത്തെ സുരക്ഷാ ക്യാമറകളുടെ ദൃശ്യങ്ങളിൽ നിന്നും സുകുമാരന്റെ ഏകദേശ രൂപവും പോലീസ് മനസ്സിലാക്കി. സംഭവ ദിവസം രാത്രിയോടെ ഇയാൾ താമസിക്കുന്ന കൊല്ലം ആണ്ടാമുക്കത്തെ ലോഡ്ജിൽ പോലീസ് എത്തി 2ാം നിലയിലെ മുറി തുറന്നപ്പോൾ രക്തം പുരണ്ട ഷർട്ടും പാന്റും കണ്ടെടുത്തിരുന്നു. കൂടാതെ ATM കാർഡ്, ചെക്ക് ബുക്ക്, 2 ലക്ഷം രൂപയിലധികം നിക്ഷേപമുള്ള ബാങ്ക് പാസ്ബുക്ക്, പേഴ്സ്, മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോ എന്നിവയും കണ്ടെത്തിയെന്ന് പോലീസ് പറഞ്ഞു. സുകുമാരൻ ഉപയോഗിച്ചിരുന്ന ചുവന്ന കളറിലുള്ള ആക്ടീവ സ്കൂട്ടറും പോലീസ് കണ്ടെത്തി. സ്കൂട്ടറിലും രക്തക്കറ പുരണ്ടിരുന്നു. സുകുമാരന്റെ ശരീരത്തിലും മുറിവേറ്റതായി സംശയമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മുറിയിൽ നിന്നും മുറിവിൽ പുരട്ടാനുള്ള മരുന്ന്, ബാൻഡേജ്, പഞ്ഞി എന്നിവയും കണ്ടെടുത്തു. പോളയത്തോട്ടിലെ ഒരു ഹോട്ടലിൽ മാനേജരായി ജോലി നോക്കി വന്ന സുകുമാരൻ ഒരിടത്തും സ്ഥിരമായി തങ്ങുന്ന ആളല്ലെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. സുകുമാരന് തിരുവനന്തപുരത്ത് ഉദിയൻകുളങ്ങരയിൽ ആദ്യ ഭാര്യയും ആ ബന്ധത്തിൽ ഒരു മകളുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സുകുമാരനെ അന്വേഷിച്ച് പോലീസ് ആ വീട്ടിലും തൊട്ടടുത്ത് താമസിക്കുന്ന ഇയാളുടെ സഹോദരിയുടെ വീട്ടിലും എത്തിയെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല. ആദ്യ ഭാര്യയുമായി വർഷങ്ങളായി അകന്നു കഴിയുകയാണ് സുകുമാരൻ. പലപ്പോഴും കടയിൽ ചെല്ലുകയും അജിതയോട് പണം ആവശ്യപ്പെടുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി അജിത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് 2 വർഷം മുൻപ് അജിതകുമാരി ഇരവിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും രമ്യമായി പറഞ്ഞു തീർക്കുകയായിരുന്നു. പാലക്കാട് മുണ്ടൂരിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ജഡം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 3 ദിവസം പഴക്കമുള്ള മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ് സംഘം. ഇന്നലെ രാവിലെയാണ് പാലക്കാട് മുണ്ടൂർ കയറംകോടിയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. 3 ദിവസം പഴക്കമുള്ള മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. 45 വയസ്സ് തോന്നിക്കുന്ന മൃതദേഹം ഇന്നും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇതേ തുടർന്ന് പാലക്കാട് ജില്ലയ്ക്കകത്തും പുറത്തും കാണാതായ ആളുകളുടെ വിവരശേഖരണം നടത്തുകയാണ് പോലീസ്. പ്രാഥമികമായിട്ടൊന്നും പറയാറായിട്ടില്ല. അപ്പോൾ ഇനി മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, അൺഐഡന്റിഫൈഡ് ആണ്. ഇനി മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. മറ്റ് വേറെന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളത് ഇൻക്വസ്റ്റും മറ്റു തുറന്നിട്ടുള്ളിൽ കഴിഞ്ഞെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. മൃതദേഹം കണ്ടെത്തിയ റോഡരികിലെ തേക്കിൻതോട്ടം മുഴുവൻ കത്തിനശിച്ച നിലയിലാണ്. മുണ്ടൂർ കയറംകോടിനടുത്ത് റോഡിൽ നിന്നും 200 മീറ്റർ ഉള്ളിലായി വനം വകുപ്പിന്റെ തേക്കിൻതോട്ടത്തിലാണ് നാട്ടുകാർ മൃതദേഹം കണ്ടത്. ഹർത്താൽ ദിവസം രാത്രിയാണ്, ഒരു 11:30-12 മണിക്കാണ് തീ വന്നിരിക്കുന്നത്. അത്രേ അറിയുള്ളൂ, ബാക്കി ബോഡി രാവിലെയാണ്. അപ്പം നമ്മൾ ഇത് തൊട്ടപ്പുറമുള്ള ഒരു ചെക്കന്മാരെ കണ്ടത്. അപ്പോൾ അവർ കണ്ടിട്ട് അവർ താഴോട്ട് പോയി അടുത്തുള്ള വീട്ടുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ തീക്കാത്തി എന്ന് പറയുന്നത് കേട്ടോ, അത്രേ അറിയുള്ളൂ. ഇപ്പോൾ രാവിലെ വന്നപ്പോഴാണ് ഐസ് വാങ്ങിയിട്ട് വന്ന് 9 മണിയായി കട തുറക്കുമ്പോൾ അപ്പോഴാണ് അങ്ങനെ ഒരു വിവരം അറിയുന്നത്. ഇവിടെ ആരോ കണ്ടു എന്നുള്ള കാര്യമാണ്. കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. 3 ദിവസത്തിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. തമിഴ്നാട്ടിലെ കുംഭകോണത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ സുഹൃത്തുക്കൾ അടിച്ചുകൊന്നു. പ്രണയവുമായി ബന്ധപ്പെട്ട ശത്രുതയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു.
മുൻതാസറാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. വീടിന് 7 കിലോമീറ്റർ അകലെ വീരചോളൻ നദിക്കരയിലാണ് മുൻതാസറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പിന്നിൽ പ്രണയവൈരാഗ്യമാണെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത്. മുൻതാസറിന്റെ സുഹൃത്തുക്കളായ എം ഇജാസ് അഹമ്മദ്, എം മുഹമ്മദ് ജലാലുദ്ദീൻ, ആർ മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. തിരുച്ചിറപ്പള്ളിയിലുള്ള കോളേജ് വിദ്യാർത്ഥിനിയോട് മുൻതാസറിനും ഇജാസിനും പ്രണയമുണ്ടായിരുന്നു. എന്നാൽ പെൺകുട്ടിക്ക് മുൻതാസറിനോട് മാത്രമാണ് പ്രണയമെന്നറിഞ്ഞതോടെയാണ് ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള വൈരാഗ്യം അരുംകൊലയിൽ അവസാനിച്ചത്. മുൻതാസറിന്റെ പിതാവ് വിദേശത്താണ്. വീട്ടിൽ അമ്മയും മകനും മാത്രമാണ് താമസം. വെള്ളിയാഴ്ച വൈകിട്ട് സഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് മുൻതാസർ ബൈക്കിൽ പോയത്. പിന്നാലെ വിളിച്ച് സുഹൃത്തിന്റെ ജന്മദിനാഘോഷത്തിന് പോവുകയാണെന്ന് മുൻതാസർ അമ്മയെ അറിയിച്ചിരുന്നു. പിന്നീട് മുൻതാസറിനെ തട്ടിക്കൊണ്ടുപോവുകയാണെന്നും 5 ലക്ഷം രൂപ നൽകിയാൽ മോചിപ്പിക്കാമെന്നും പറഞ്ഞ് അമ്മയ്ക്ക് ഫോൺ സന്ദേശം ലഭിച്ചു. ഇതോടെയാണ് മകനെ കാണാനില്ലെന്ന് കാട്ടി അമ്മ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ സിഗ്നൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. കല്യാൺ ജ്വല്ലേഴ്സിന്റെ 1 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ കൊള്ളയടിച്ചു. തൃശൂരിൽ നിന്നും തമിഴ്നാട്ടിലെ വിവിധ ഷോറൂമുകളിലേക്ക് കൊണ്ടുപോയ ആഭരണങ്ങളാണ് കോയമ്പത്തൂരിന് സമീപം ചാവടിയിൽ വാഹനത്തിലെത്തിയ സംഘം കൊള്ളയടിച്ചത്. തമിഴ്നാട് പോലീസ് അന്വേഷണം തുടങ്ങി. രാവിലെ 11:30യോടെയാണ് കോയമ്പത്തൂരിന് സമീപം ചാവടിയിൽ 98 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിച്ചത്. തൃശൂരിൽ നിന്നും സ്വർണ്ണാഭരണവുമായി പോയ കാറിനെ പിന്തുടർന്നെത്തിയ 2 വാഹനങ്ങളിലുള്ളവരാണ് കൊള്ളയടിച്ചത്. சுமார் 2 மணி அளவில் கேரளாவிலிருந்து கோயம்புத்தூருக்கு பயணித்துக் கொண்டிருந்த சைலோ காரில் உள்ள கல்யாண ஜுவல்லரி நகைகளை ஒரு ஸ்கார்பியோ வாகனத்தில் வந்த வெளிநபர்கள் மறித்து அதை திருடி சென்று விட்டதாக புகார். இது சம்பந்தமாக തനിപ്പടകൾ 4 அமைக்கப்பட்டு കുറ്റവാളിയെ തേടി വരുന്നതാണ്. ചാവടി പെട്രോൾ പമ്പിന് സമീപം കാർ തടഞ്ഞു നിർത്തി ഡ്രൈവർ അർജുൻ, ഒപ്പമുണ്ടായിരുന്ന വിൽഫ്രഡ് എന്നിവരെ വലിച്ചു താഴെയിട്ട ശേഷമായിരുന്നു കവർച്ച. വാഹനം ഉൾപ്പെടെയാണ് തട്ടിയെടുത്തത്. സംഭവത്തിൽ ചാവടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സ്വർണം തട്ടിയെടുത്ത വാഹനം കണ്ടെത്താൻ കേരള പോലീസും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോയമ്പത്തൂർ വാളയാർ റോഡിൽ മുൻപും സമാന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. മുൻ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട 5 പേരെ വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുഖ്യപ്രതിയായ തൃശൂർ അരിമ്പൂർ സ്വദേശി പട്ടാളം വിപിൻ ഉൾപ്പെടെയാണ് 3 ആഴ്ച മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനുശേഷം നടക്കുന്ന വലിയ കവർച്ചയാണിത്. തിരുവനന്തപുരത്ത് ജഗതിയിൽ 90 വയസ്സുള്ള മുത്തശ്ശിയെ ഇരുമ്പുകൂടിനുള്ളിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം മക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ജഗതി പാലത്തിന് സമീപമാണ് 90-കാരി പൊന്നമ്മയെ ഇരുമ്പുകൂട്ടിലടച്ചിരുന്നത്. ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അയൽക്കാർ നോക്കിയപ്പോഴാണ് ഈ ക്രൂരത കണ്ടത്. ഒരു കാലിന് സ്വാധീനക്കുറവുള്ള വൃദ്ധ ഇരുമ്പുകൂടിനുള്ളിലാണ് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഈ സ്ത്രീയുടെ 2 ആൺമക്കൾ സമീപത്ത് തന്നെയാണ് താമസിക്കുന്നത്. മക്കൾ നോക്കുന്നില്ല, നമ്മൾ പറയുന്നില്ല. അവർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഇവിടെ ഒരു വൃത്തിയില്ലാതെയാണ് അവർ ചെയ്യുന്നത്. മക്കൾ പറയണത് ഞങ്ങൾ ഇവിടെ കിടക്കിട്ട് ഇവിടെ എന്തൊരു ശല്യം, ഞങ്ങൾ ചോറ് കൊടുക്കണില്ലേ, കുളിപ്പിക്കണേ. വർഷത്തിൽ 1 ദിവസം വന്ന് കുളിപ്പിച്ച ആവില്ലല്ലേ, ഡെയിലി കുളിപ്പിക്കിട്ട് ഡെയിലി കുളിപ്പിച്ച് നമ്മൾ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഇട്ടിരിക്കണമെങ്കിൽ ഇട്ടിരിക്കും. ഡെയിലി കുളിപ്പിക്കണം, ആഹാരം കൊടുക്കണം, നീറ്റാക്കണം ഡെയിലി. അല്ലാതെ മാസത്തിലും വർഷത്തിലും വന്ന് വൃത്തിയാക്കിയിട്ട് കാര്യമുണ്ട്. സ്ഥലത്തെത്തിയ മ്യൂസിയം പോലീസ് സ്ത്രീയുടെ മക്കൾക്കെതിരെ കേസെടുക്കുമെന്ന് വ്യക്തമാക്കി. പോലീസ് അകാരണമായി മർദ്ദിച്ചെന്ന യുവാവിന്റെ പരാതി. തൃശൂർ പാണ്ടിപ്പറമ്പ് സ്വദേശി ശരത്താണ് പരാതിയുമായി രംഗത്തെത്തിയത്. ആരോപണം പോലീസ് നിഷേധിച്ചു. കഴിഞ്ഞ
തിങ്കളാഴ്ച രാത്രി 12 മണിക്ക് മണ്ണുത്തി പാണ്ടിപ്പറമ്പ് ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. പോലീസ് നിർബന്ധിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് യുവാവിന്റെ പരാതി. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ എസ്ഐയും പോലീസുകാർക്കുമെതിരെയാണ് ആരോപണം. പുറത്തും കാലിലും പോലീസ് മാറി മാറി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ശരത് പറയുന്നു. എന്തിനാണ് മർദ്ദിക്കുന്നതെന്ന് വ്യക്തമാക്കാനും പോലീസ് തയ്യാറായില്ല. റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ ഷർട്ടൊക്കെ വലിച്ചു കയറി എന്നെ കുനിച്ച് നിർത്തിയിട്ട് ഇടിച്ചു. ലാത്തുകൊണ്ടൊക്കെ കുത്തിയിട്ടൊക്കെ ഉണ്ട് ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് എസ് ഐ സാറ് എന്നെ ഇരുത്തിയിട്ട് എസ് ഐ സാറില്ല ശശി സാറാണ് ചൂരിലോണ്ടടിച്ചത്. കാലിൻ്റെ ഇടയിൽ 10-25 അടിയോളം അടിച്ചിട്ടുണ്ട്. ശരത്തിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുമുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു. പ്രയോജനമുണ്ടായില്ല. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ശരത് SP-ക്ക് പരാതി നൽകുമെന്ന് അറിയിച്ചു. അതേസമയം മർദ്ദിച്ചതായുള്ള ആരോപണങ്ങൾ പോലീസ് തള്ളി. പുതുവത്സരാഘോഷത്തിനിടെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിന് യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കണ്ണൂർ പാനൂരിനടുത്ത് കൊളവല്ലൂരിൽ വൻ ബോംബ് ശേഖരം കണ്ടെത്തി. 13 നാടൻ ബോംബുകളാണ് പിടിച്ചെടുത്തത്. ചേരിക്കൽ കോറി ഭാഗത്തു നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബുകൾ അടുത്തിടെ നിർമ്മിച്ചതാണെന്നാണ് സൂചന. കൊളവല്ലൂരിൽ ഹർത്താൽ ദിനത്തിൽ പോലീസ് ജീപ്പ് തകർത്ത കേസിൽ പ്രതികൾക്കായി നടത്തിയ റെയ്ഡിനിടെയാണ് ബോംബുകൾ കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് ബോംബേറും മറ്റക്രമങ്ങളും നടത്തിയ RSS സംഘപരിവാർ പ്രവർത്തകരെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണം. നെടുമങ്ങാട് പോലീസിനെ ആക്രമിച്ച കേസിൽ മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതിലും പോലീസ് പരാജയപ്പെട്ടെന്നും വിമർശനമുണ്ട്. പോലീസ് സ്റ്റേഷന് നേരെ ബോംബേറ്, പോലീസ് വാഹനം തടഞ്ഞ SI അടക്കം ആക്രമിക്കൽ, മണിക്കൂറോളം കല്ലെറിഞ്ഞ് ഭീതി സൃഷ്ടിക്കൽ, ഇങ്ങനെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സംഘർഷം നടന്ന പ്രദേശമാണ് തിരുവനന്തപുരം റൂറൽ പോലീസിന്റെ പരിധിയിലുള്ളത്. പക്ഷെ പ്രതികളെ പിടിക്കുന്നതിൽ സംസ്ഥാനത്ത് ഏറ്റവും അലംഭാവം തുടരുന്നതും ഇവിടെയാണെന്നാണ് ആരോപണം. ബോംബെറിഞ്ഞ ശേഷം RSS നേതാവ് പ്രവീൺ നേരെ പോയത് സ്വന്തം നാടായ മാവേലിക്കരയിലേക്കാണ്. 2 ദിവസം അവിടെ കഴിഞ്ഞു. ബോംബെറിയുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് ഒളിവിൽ പോയത്. അതുവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാത്ത പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുമെന്നാണ് സൂചന. നെടുമങ്ങാട് സംഘർഷം നിയന്ത്രിക്കാനെത്തിയ വാഹനം വളഞ്ഞ് SIയുടെ കൈ തള്ളിയൊടിച്ച കേസിലും 3 ദിവസം കഴിയുമ്പോഴും പിടിച്ചത് വെറും 3 പേരെയാണെന്നും ആരോപണമുണ്ട്. അക്രമത്തിൽ പങ്കാളികളായ RSS സംഘപരിവാർ പ്രവർത്തകരെ തിരിച്ചറിഞ്ഞ് വരുന്നതേ ഉള്ളൂവെന്നാണ് ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം. മലയൻകീഴിലെ വൻ സംഘർഷത്തിൽ 50ഓളം പേർക്കെതിരെ കേസെടുത്തെങ്കിലും പിടിയിലായത് ചിലർ മാത്രമാണെന്നും ആരോപണമുണ്ട്. ഭാര്യയുടെ ഫേസ്ബുക്കിൽ അശ്ലീല കമന്റിട്ട യുവാവിനെ IAS ഉദ്യോഗസ്ഥനും ഭാര്യയും ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബംഗാൾ കേഡർ IAS ഉദ്യോഗസ്ഥനും മലയാളിയുമായ നിഖിൽ നിർമ്മലാണ് പോലീസ് സ്റ്റേഷനിലെത്തി യുവാവിനെ മർദ്ദിച്ചത്. ഭലാക്കട പോലീസ് സ്റ്റേഷനിൽ വച്ചായിരുന്നു നിഖിലിന്റെ മർദ്ദനം. സംഭവ സമയത്ത് SI സൗമ്യജിത് റായും സ്റ്റേഷനിലുണ്ടായിരുന്നു. ബംഗാൾ കേഡറിലെ മലയാളി ഉദ്യോഗസ്ഥനായ നിഖിൽ നിർമ്മലാണ് പോലീസ് സ്റ്റേഷനിലെത്തി യുവാവിനെ മർദ്ദിച്ചത്. കളക്ടറുടെ ഭാര്യയുടെ ഫേസ്ബുക്കിൽ യുവാവ് മോശമായ കമന്റ് ഇട്ടിരുന്നു. തുടർന്ന് ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ചുവെന്നാണ് നിർമ്മലിനെതിരെയുള്ള പരാതി. പൂജ മേത്ത എന്ന മാധ്യമപ്രവർത്തകയാണ് വീഡിയോ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. ഇനി എന്തെങ്കിലും എനിക്കെതിരെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ വീട്ടിൽ വന്ന് കൊല്ലുമെന്ന് നിഖിൽ നിർമ്മൽ യുവാവിനെ ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ബെറ്റർ ഇന്ത്യ തിരഞ്ഞെടുത്ത മികച്ച 10 IAS ഓഫീസർമാരിലൊരാളാണ് വിവാദത്തിൽപ്പെട്ട നിഖിൽ നിർമ്മൽ. നിയമം അനുശാസിക്കുന്ന രീതിയിൽ പെരുമാറാത്ത നിഖിലിനെതിരെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയരുകയാണിപ്പോൾ.
ബീഹാറിലെ സർക്കാർ അഭയകേന്ദ്രത്തിൽ പെൺകുട്ടികൾ നേരിട്ട ക്രൂര പീഡനങ്ങളുടെ നേർചിത്രം വിവരിക്കുന്ന കുറ്റപത്രം CBI കോടതിയിൽ സമർപ്പിച്ചു. മയക്കുമരുന്ന് നൽകി മയക്കിയ ശേഷം പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബീഹാറിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും ഉൾപ്പെടെ 20 പേർ കുറ്റാരോപിതരായ ഏറ്റവും വലിയ ലൈംഗിക കുറ്റകൃത്യത്തിൽ 73 പേജ് വരുന്ന കുറ്റപത്രമാണ് CBI സമർപ്പിച്ചത്. വർഷങ്ങളായി അഭയകേന്ദ്രം നടത്തുന്ന ബീഹാറിലെ അനേകം രാഷ്ട്രീയക്കാരുമായി ബന്ധമുള്ള ബ്രിജേഷ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തത്. പെൺകുട്ടികളെ നീചമായിട്ടായിരുന്നു ഇവിടെ കൈകാര്യം ചെയ്തിരുന്നതെന്ന് കുറ്റപത്രം പറയുന്നു. പെൺകുട്ടികളെ മയക്കുമരുന്ന് നൽകി മയക്കിയ ശേഷമാണ് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് കാഴ്ചവെച്ചിരുന്നതെന്ന് കുറ്റപത്രം പറയുന്നു. ബലാത്സംഗ നീക്കം പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ പെൺകുട്ടികൾ ക്രൂരമർദ്ദനത്തിനാണ് ഇരയാവുക. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെയാണ് അഭയകേന്ദ്രത്തിൽ ഡസൻ കണക്കിന് പെൺകുട്ടികൾ 10 വർഷക്കാലം അനുഭവിച്ച യാതനകളുടെ കഥ പുറം ലോകം അറിഞ്ഞത്. കേന്ദ്രത്തിലെ 42 പെൺകുട്ടികളിൽ 34 പേരും ചൂഷണത്തിന് ഇരയായിരുന്നതായി മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നതായും കുറ്റപത്രം ചൂണ്ടിക്കാട്ടുന്നു. ബ്രിജേഷിന്റെ അടുപ്പക്കാരായ ജനതാദൾ യു നേതാക്കന്മാരും പ്രതിസ്ഥാനത്ത് ഉണ്ടെന്ന് കുറ്റപത്രം പറയുന്നു. സർക്കാർ തലത്തിൽ വലിയ സ്വാധീനമുള്ള ബ്രിജേഷിനെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാനത്തിന് പുറത്തെ ഏതെങ്കിലും ജയിലിൽ അയാളെ പാർപ്പിക്കാൻ നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. 2018 ജനുവരിക്കും ജൂണിനുമിടയിൽ നടന്ന സംഭവത്തെ തുടർന്ന് ബീഹാർ സാമൂഹ്യക്ഷേമ മന്ത്രി മഞ്ജു വർമ്മ രാജിവെച്ചിരുന്നു. സാക്ഷിയിലൊരു ഇടവേള. സാക്ഷി തുടരുന്നു. കുറ്റിപ്പുറത്ത് വിൽപ്പനയ്ക്ക് എത്തിച്ച ഹാഷിഷ് ഓയിൽ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. എടപ്പാൾ സ്വദേശി തത്ത ബഷീർ എന്ന മുഹമ്മദ് ബഷീറിന്റെ കയ്യിൽ നിന്നുമാണ് ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തത്. 10 പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന ഹാഷിഷ് ഓയിലാണ് കണ്ടെത്തിയത്. ആവശ്യക്കാർക്കിടയിൽ പാക്കറ്റ് ഒന്നിന് 5000 രൂപ വില വരുമെന്നാണ് നിഗമനം. ആന്ധ്രയിലെ ഉൾഗ്രാമങ്ങളിൽ നിന്നാണ് ബഷീർ ഹാഷിഷ് ഓയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നതെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. കഴിഞ്ഞ മാസം സമാന കേസിൽ ബഷീറിനെ പൊന്നാനി എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. തമിഴ് സിനിമയുടെ ചിത്രീകരണത്തിനായി ഉപയോഗിച്ച 2 അന്യസംസ്ഥാന സ്വകാര്യ കാരവാനുകൾ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള കാരവാനുകളാണ് നിയമവിരുദ്ധമായി വാടകയ്ക്ക് ഉപയോഗിച്ചത്. തുടർന്നാണ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. രേഖകളോ നികുതി അടച്ചതിന്റെ തെളിവുകളോ ഇല്ലാത്തതിനാൽ വാഹനം കുളത്തൂപ്പുഴ പോലീസിന് കൈമാറി. കൗമാരക്കാരികളായ സഹോദരിമാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തർപ്രദേശിലെ സാംബൽ ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം നാടിന് നടക്കിയ ആത്മഹത്യ അരങ്ങേറിയത്. പതിനെട്ടും 19 വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളാണ് വീടിന് പുറത്തുള്ള മരത്തിൽ തൂങ്ങി മരിച്ചത്. ശനിയാഴ്ച പുറത്തുപോയ കുട്ടികളെ തിരികെ എത്തിയപ്പോൾ അമ്മ മർദ്ദിച്ചിരുന്നു. പശുക്കൾക്ക് ഭക്ഷണം നൽകാതെ പോയതിനാണ് അമ്മ കുട്ടികളെ തല്ലിയത്. അന്ന് രാത്രി തന്നെ കുട്ടികളെ കാണാതാകുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പെൺകുട്ടികളെ അമ്മ വഴക്കു പറയുകയും തല്ലുകയും ചെയ്തിരുന്നു. ഇതിൽ മനംനൊന്താണ് ആത്മഹത്യയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. UPയിൽ 2014 2 സഹോദരിമാരെ കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം കെട്ടിത്തൂക്കി കൊന്നിരുന്നു. വടക്കൻ ഉത്തർപ്രദേശിലെ ബഡൌണിലാണ് അന്ന് ക്രൂരത അരങ്ങേറിയത്. പേരാമ്പ്ര ജുമാ മസ്ജിദിന് നേരെയുണ്ടായ കല്ലേറിൽ പോലീസ് തയ്യാറാക്കിയ FIR-നെതിരെ മന്ത്രി EP ജയരാജൻ രംഗത്തെത്തി. RSSന്റെ പ്രേരണയിലാണ് പോലീസ് നടപടിയെന്ന് ജയരാജൻ ആരോപിച്ചു. കോഴിക്കോട് പേരാമ്പ്ര ജുമാ മസ്ജിദിന് നേരെയുണ്ടായ കല്ലേറ് മതവികാരം വ്രണപ്പെടുത്താനുള്ള ശ്രമമാണെന്നായിരുന്നു പോലീസിന്റെ FIR. സംഭവത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അതുൽദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് സംഗതികളെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നാണ് മന്ത്രി EP ജയരാജന്റെ ആരോപണം. അവിടെ RSSകാരാണ് പള്ളിക്ക് നേരെ എറിഞ്ഞത്. അത് ശരിയായി നിരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ചില RSSകാരുടെ പ്രേരണകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. RSSന്റെ ക്യാമ്പുമായി ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട്. ബോധപൂർവം തന്നെ അവിടെ തെറ്റായിട്ട് സംഗതികളെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഗൗരവത്തിൽ അത് പരിശോധിക്കും. ഒരു കാരണവശാലും പള്ളി ആക്രമിക്കപ്പെടാൻ പാടില്ല.
സർക്കാർ ഇത് ഗൗരവമായി എടുക്കും. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റും ഇക്കാര്യം ഉന്നയിച്ച് പോലീസിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഹർത്താൽ ദിവസം മിഠായി തെരുവിലെ സംഘർഷം നിയന്ത്രിക്കുന്നതിലും പോലീസിന് വീഴ്ച പറ്റിയെന്ന് CPM ആരോപിച്ചിരുന്നു. മന്ത്രിസഭയിലെ രണ്ടാമനായ EP ജയരാജൻ തന്നെ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണമുന്നയിച്ചത് പാർട്ടിക്കകത്ത് തന്നെയുള്ള അതൃപ്തിയുടെ സൂചനയാണ്. ഹരിയാനയിൽ അരങ്ങേറുന്ന കല്യാണപ്പൺ ബിസിനസിനെ കുറിച്ച് വിശദമായി അറിയാം അന്വേഷണത്തിൽ. ഹരിയാനയിൽ കല്യാണപ്പെണ്ണ് ബിസിനസ് പൊടിപൊടിക്കുന്നതായി റിപ്പോർട്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഹരിയാനയിലേക്ക് പെൺകുട്ടികളെ കടത്തുന്നുവെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ആഴ്ച 2 ലക്ഷം രൂപയ്ക്ക് കല്യാണപ്പെണ്ണിനെ വാങ്ങിയ യുവാവും അമ്മയും പോലീസിന്റെ പിടിയിലായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി സാക്ഷി പൂർണ്ണമാകുന്നു. നമസ്കാരം. വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസമില്ലാത്ത ദരിദ്ര പശ്ചാത്തലത്തിലുള്ള കുടുംബങ്ങളിൽ നിന്നും ഹരിയാനയിലേക്ക് പെൺകുട്ടികളെ കടത്തുന്നതാണ് പതിവാകുന്നത്. പെൺകുട്ടിക്ക് ലക്ഷങ്ങൾ വാങ്ങുന്ന ബിസിനസ്സിൽ ഇടനിലക്കാരും ഇടനില നിൽക്കുന്ന സ്ഥാപനങ്ങളും തടിച്ചു കൊഴുക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വരെ വിൽപ്പന ചരക്കാക്കുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. പാരോ എന്നും മോൾ കി ബഹു എന്നും പരാമർശിക്കുന്ന 17 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ സ്വകാര്യ സ്വത്ത് എന്ന നിലയിലാണ് വിൽക്കുന്നത്. ഹരിയാനയിലെ സ്ത്രീ പുരുഷ അനുപാതം വെച്ച് വലിയ ബിസിനസ്സായി മാറിയതോടെ ഓരോ കല്യാണ പെണ്ണുങ്ങൾക്ക് വയ്ക്കുന്ന മതിപ്പുവില 1 ലക്ഷമാണെന്നും അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഉത്തരാഖണ്ഡ്, ബീഹാർ, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ, ഝാർഖണ്ഡ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഹരിയാനയിലേക്ക് കൊണ്ടുവരുന്ന പെൺകുട്ടികളിൽ കൂടുതലും 15-ൽ താഴെ പ്രായമുള്ളവരാണ് എന്നാണ് സൂചന. അടുത്തിടെ 45-കാരൻ സന്ദീപ് ഭിവാനി എന്നൊരാൾക്ക് 2 ലക്ഷത്തിന് വിറ്റ 15-കാരി പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാളെയും മാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിവാഹം കഴിപ്പിച്ചയക്കാമെന്ന് കുടുംബത്തെ വിശ്വസിപ്പിച്ച് 14-കാരിയെ കൊണ്ടുപോയ 6 പേരെ ഹരിയാനയിൽ നിന്നും സെപ്റ്റംബറിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2018 ഫെബ്രുവരിയിൽ ഹരിയാന പോലീസ് ഫരീദാബാദിൽ 3 പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയിരുന്നു. വിൽക്കപ്പെടുന്ന പെൺകുട്ടികൾ കൂടുതലും 18-ന് താഴെ പ്രായമുള്ളവരാണ് എന്നാണ് കണ്ടെത്തൽ. 1.5 മുതൽ 2.5 ലക്ഷം വരെ വാങ്ങി ഹരിയാനയിലേക്ക് ശരാശരി 10 പെൺകുട്ടികളെ വീതം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു. ജിന്ദ് ജില്ലയിലെ മോർഖി ഗ്രാമത്തിൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നത് 250 പെൺകുട്ടികളെയാണെന്നും പോലീസ് വ്യക്തമാക്കി.